ഹലോ ഗൈസ്, എല്ലാം ചേർക്കുക പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അലമീൻ ഗെയിമിങ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കോളിൻ്റെ നോട്ടിഫിക്കേഷൻ വയ്ക്കുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റ കാര്യം പറയാനുള്ളൂ, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കോളിൻ്റെ നോട്ടിഫിക്കേഷൻ വയ്ക്കുക, മാക്സിമം ശ്രമിക്കുക, എല്ലായിടത്തും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലമീൻ .s സാഹിബ് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ ഫോട്ടോ കാണുന്ന മാത്രമാണ് എൻ്റെ പിക്ചർ. അപ്പം പിക്ചർ ഇല്ലാത്ത ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ല അത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഉള്ള അക്കൗണ്ട് മാത്രം ഫോളോ ചെയ്യുക അപ്പോൾ മാക്സിമം. ഓക്കെ, അപ്പോൾ ഗൈസ് അർജൻറ്റീനയായിട്ട് കളിയുണ്ട്. അങ്ങനെ കളിച്ച് ഹാഫ് ടൈം ബ്രേക്കിൽ അങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു ഗോൾ, ഒരു നെട്ടിപ്പിച്ചൊരു ഇതായിരുന്നു ഗൈസ്, സമ്മതിപ്പിച്ചേ അത്. വീണ്ടും ബോൾ തിരിച്ചെടുത്തു, പക്ഷേ വീണ്ടും ബോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? വീണ്ടും ബോളിന് മിസ് പാസ്, പക്ഷേ വീണ്ടും പാസിനുള്ള ശ്രമം, പക്ഷേ മിസ് പാസ് ആയി പോകുന്നു ഇവിടുന്ന്. ഗൈസ് 8 ഗോൾ ലീഡിലാണ് ഇപ്പോൾ ഗൈസ്, 8 ഗോൾ ലീഡിലാണ് ഇവിടെ സ്വന്തമായിട്ട് അർജന്റീന ഉള്ളത്. ഇതാ 9 ഗോൾ അർജന്റീന ലീഡ് ചെയ്യുന്നു. വീണ്ടും വൺസ് അഗൈൻ ജേഴ്സി നമ്പർ 19 ലീഡ് ചെയ്യുന്നത്, 2 ഗോൾ. മെസ്സിയുടെ അസിസ്റ്റാണ് ഗൈസ്. ആൽമറോസ് ആണ് ലീഡ് ചെയ്തിട്ടുള്ളത്. ആൽമറോസ്, അത് എന്ത് ഷോട്ടാണ് ആൽമറോസ് അടിച്ചിട്ടുള്ളത്! ഒരു ബുള്ളറ്റ് റേഞ്ചുള്ള ഷോട്ടാണ്, തീർച്ചയായിട്ട് പറയല്ല. ഇതാ ഒരു 10 ഗോൾ കൂടെ കൺസീഡ് ചെയ്യാണ് അർജന്റീന എന്ന് വേണേ പ്രതീക്ഷിക്കാം. രണ്ട് ദിവസമായിട്ട് വീട്ടിലായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നാളെ കൂടി ഇടാറുണ്ട്. ഓക്കെ, നാളെ കൂടി ഇട്ട് കഴിഞ്ഞാൽ പക്ക എല്ലാ കാര്യത്തിലും ഓക്കെ ആയിരിക്കും. ഇനി ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ആൽമറോസ് അഗൈൻ, പക്ഷേ അങ്ങ് ഇത് ഹൈ ബോളിലോട്ട് പോയി, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല മാത്രം. മെസ്സി അങ്ങനെ എത്രയോ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. കുറെ ശബ്ദം ചേർക്കുന്നുണ്ട് അവര്. ആൾമോസ്റ്റ് കയ്യിൽ കൊടുത്തിട്ട് വീണ്ടും അഗൈൻ, അത്രേ ഉള്ളൂ, അടിക്കുക. 11 ഗോളുകൾ ലീഡാണ്, ആദ്യ വിജയമാണിത്. ആദ്യ മാച്ച് ആദ്യ ഗോൾ ലീഡ്, അതും പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം. ആൽബർസിന് കൊടുത്തിട്ട് ചാൻസ്, അതൊരു ബിഗ് ചാൻസ് എന്ന് പറയാം.
പാസ്സായി പോയി. ലോങ് ബോളായിരുന്നു, അങ്ങ് പാസ്സായിട്ടൊന്നും. ഓക്കെ മെസ്സി. എന്തൊരു ഷോട്ടാണ് 20 നമ്പർ ജേഴ്സി, അല്ല 21 നമ്പർ ജേഴ്സി കാണിച്ചത്. വേറെ ലെവൽ ലെജൻഡ് പ്ലെയർ ഗൈസ്, ബിഗ് ലെജൻഡ് പ്ലെയർ. വീണ്ടും റിക്കവർ ചെയ്തെടുത്തുണ്ടായിരുന്നു. അതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെ കാണിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ ത്രോ ആയിട്ടാണ് കലാശിക്കുന്നത്. മെസ്സി അത് എടുത്തിരിക്കുകയാണ്. അതൊരു മിസ്പാസ്സായി പോകുന്നു. അത് ത്രൂ ബോളൊക്കെ ആയിപ്പോയി ഗൈസ്. മെസ്സി അത് കൊടുത്തതായിട്ട്. ആൽബറോസ് ഷൂട്ട് അത്ര ഗൈസ്. ടോട്ടൽ 13 ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ലോങ് ബോളായി പുറത്ത് പോയാണ് ചെയ്ത്. അഡക് ടൈം 6 മിനിറ്റ് ശേഷിക്കുന്നു. അഡക് ടൈം മാത്രം ശേഷിക്കുന്നു. ആൽബറസ്, ശരിക്കും പറഞ്ഞാൽ ആൽബറസ് ആണ് അർജന്റീനയുടെ യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് പറയാൻ പറ്റില്ല. ലെഫ്റ്റ് ടൈമിൽ എന്താ മെസ്സി കാണും ഗൈസ്. അങ്ങനെ ഫൈനൽ മെസ്സിൽ മുഴങ്ങുമ്പോൾ 13 ഗോളുകൾക്ക് ലീഡാണ് ഗൈസ്. 48% കാണിച്ചിട്ടുള്ള ഇമ്പോസിബിൾ. ഗൈസ് പ്ലെയറിനെ ചൂസ് ചെയ്യാനല്ല, വിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തോ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഗൈസ്. ഗൈസ് കുഴപ്പമില്ലാത്തൊരു മാച്ചായെന്ന് വേണേൽ പറയാം. ഇനി പോലും എത്ര മാച്ച് ഉണ്ടെന്ന് കണ്ടെന്ന് അറിയണം ഗൈസ്. അർജന്റീന എത്രല്ല ജയിലാണ് ഗൈസ്. ഇത്രയും മാച്ചായിട്ട് വരുത്തുള്ളൂ ഗൈസ്. ഇതിപ്പോൾ സെക്കൻഡ് മാച്ചാണ്. തേർഡ് മാച്ച് ഇനിയും പുറകിലോട്ടിരും ഗൈസ്. ഇതൊരു സുഗർണ വിജയ അവസരമാണ് ഗൈസ്. അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ എടുത്തതാണ് ഗൈസ്. ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, മെസ്സി റൈറ്റ് വിങ്ങിലാണ് കളിക്കുന്നത്, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കില്ല. ലെഫ്റ്റ് വിങ്ങിൽ ഏതോരുത്തും കളിക്കാന്നല്ലോ. ഓക്കെ ഗൈസ്, 2984 OVR. അപ്പോൾ ഗൈസ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, കളി തുടങ്ങുന്നു. ഓക്കെ
ഓസ്ട്രേലിയ ഗൈസ്, ഓസ്ട്രേലിയ ആയിട്ടാണ് എന്താ അർജന്റീന ഏറ്റുമുട്ടുന്നത്. കുറച്ച് പാടാണ് ഗൈസ് ബോൾ വീണ്ടെടുക്കാൻ. കാരണം അവരുടെ ടീം അത്രയും സ്ട്രോങ് ടീമാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ വീണ് കിട്ടി, നല്ലൊരു അവസരം കലാശിക്കുന്നു. വീണ്ടും മെസ്സിയിലേക്ക് പോയിട്ട് മെസ്സി, അതൊരു ഓഫ് സൈഡ് പുള്ളി വന്നായിരുന്നു. പക്ഷെ മെസ്സി ഓഫ് സൈഡ് അല്ല, ഓൺ സൈഡ് ആയിരുന്നു. ഈവൻ റെഗുലേഷൻ വേണേ പറയാം, ജേഴ്സി നമ്പർ 17 ഓഫ് സൈഡ്. ആദ്യമായിട്ടാണ് ഓഫ് സൈഡ് ട്രാപ്പിലോട്ട് കൊടുങ്ങുന്നത്. അറിയില്ല. ഓക്കെ മെസ്സി അവിടെ ഉണ്ട്, റൈറ്റ് വിങ്ങിലുണ്ട്. ഓടുന്നു, അവരാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മനോഹരമായ ഓൺ ഗോൾ ആയിരുന്നു ഗൈസ്, അങ്ങനെ പറയാം. ഒറ്റൊരു ഗോൾ, 1 goal lead അർജന്റീന. മെസ്സി നമ്പർ 10. നമ്പർ ജെസ്സി ഒരു മനോഹരമായ മെജീഷ്യനാണ് ലയണൽ മെസ്സി. ഓക്കെ, മിസ് പാസ്, പക്ഷേ വീണ്ടും തിരിച്ചെടുക്കുന്നു മെസ്സി. മിസ് പാസ്, മെസ്സി വീണ്ടും അങ്ങ് വലുത് അല്ല, റൈറ്റ് വിങ്ങിലോട്ട് കൊടുത്തു. ഗോൾ ഡ്രോ. ഗോൾ, ദിസ് ഇസ് ഇംപോസിബിൾ ഗൈസ്. ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. This number 21. The goal scorer for Argentina after 32 minutes is number 21, Paulo Dybala. Paulo Dybala ആണ് ഗൈസ് ഗോൾ അടിച്ചിട്ടുള്ളത് വേണേ പറയാം. Paulo Dybala. അതൊരു ബോൾ പോയി. എനിക്കറിയാം ബോൾ പോകുന്നു. അതൊരു ഗോൾ ആവണ്ടേ ആയിരുന്നു, ഒരു വെജിന്റെ വിഷയില്. മെസ്സിയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ബോൾ വീണ്ടും
Two added minutes has been indicated. സാരമില്ല, 2 ഗോൾ ലീഡാണ്. അഗെയിൻ ലീഡ്. ഇനി നമ്മൾ തിരിച്ചു വരും ഗൈസ്, ഇനി നമ്മൾ തിരിച്ചു വരും. അർജന്റീന ഫാനുള്ള ഒരു കമന്റ് അർജന്റീന ഫാൻസ് ഉള്ളൊരു കമന്റ് ചെയ്യാ ഗൈസ്. മാക്സിമം മെസ്സിയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. മിനിറ്റിലാണ് മെസ്സി ഒരു ഗോൾ ലീഡ് കൺസിഡർ ചെയ്യുന്നത് ഗൈസ്. ഡിബാലയിലിടുക, വീണ്ടും ലോങ് ഷോട്ട്. 4ാം ഗോളും കൂടെയാണ്, 4ാം ഗോളുകളാണ് ഡിബാല എടുക്കുന്ന ജേഴ്സി. ഏകദേശം കളി കഴിയാൻ ഞാനും മിനിറ്റ് എടുത്തുനിന്ന് വരും ഗൈസ്. കാരണം അത്രയും സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കളി മാച്ചോട് കൊണ്ടുപോകുന്നത്. ഗൈസ് ഞാൻ എന്തായാലും നാളെ ഇതിൻ്റെ ഫൈനൽ റൗണ്ട് ഞാൻ ചെയ്യും. ഇത് ഞാൻ പറയുന്ന വാക്കാണ്, ഞാൻ പറയുന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. കാരണം ഞാൻ പറയുന്നത് മാത്രമേ തെറ്റിക്കാറില്ല. അത്രയൊന്നും എനിക്കൊരു പറയാനുള്ളൂ. അതൊരു നല്ലൊരു പിടിച്ചെടുപ്പായിരുന്നു അങ്ങനെ പറയാം, തീർച്ചയായിട്ടും പറയാം. നല്ലൊരു ഇതായിരുന്നു, ഇൻട്രസ്റ്റ് വേണമെങ്കിൽ പറയാം. ലോങ് ബോളാണ് അടിച്ചോ, പക്ഷേ ഗോൾ പോസ്റ്റിലല്ല നേരെ പോയത്. മെസ്സി പുറത്താണ് പോയതെങ്കിൽ മെസ്സി അത് പിടിച്ചെടുത്ത് കൺസിഡർ ചെയ്ത് ഗോളാക്കി. അത് മൊത്തം ഒരു കുഴപ്പമുള്ള ഏരിയ ആണ്, കൗണ്ടർ അറ്റാക്കുമാണ്. ഗോള് മാത്രമേ കൺസിഡർ ചെയ്യാൻ സാധിച്ചുള്ളെങ്കിലും പക്ഷെ കുഴപ്പമില്ല. 4 ഗോളല്ലേ ടോട്ടൽ, 4 ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ പറഞ്ഞാൽ 73ാം മിനിറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ച് ഗോളുകൾ ലീഡ് പോയിന്റ് ടൈം, ലീഡ് പോയിന്റ് ടോപ്പ്, ലീഡ് പോയിന്റ്. ഡിബാല ഗൈസ്, ഡിബാല. മെസ്സി ഒരു ഷോട്ട് എടുത്ത ഗോളാവോ? ഗോളായില്ല. കാരണം അത് അവിടെ കൊണ്ടുവന്ന് ഗോളടിക്കുന്നതാണ് യഥാർത്ഥ ഗോട്ട്. ഗോൾ പോസ്റ്റ് ഗോള് കയറ്റുന്നതാണ് ഗോഡ് ഗൈസ്. പക്ഷെ മാച്ചസ് അത് പ്രധാനമാണ്. ഇനി വരാതിരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പ്.
അതിനനുസരിച്ചുള്ള ഇത് വേണം, മെസ്സിക്കുള്ള ഇത് കാണണം. മെസ്സി അത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ മെസ്സി അത് അടിച്ച് ഗോട്ടാവോ, ഗോട്ട് ഗൈസ്, മെസ്സി ഗോട്ട്. ഓക്കെ, മെസ്സി ഗോട്ടായിരിക്കുകയാണ്. അങ്ങനെ മെസ്സി അവിടെ കൊണ്ടുവന്നിട്ട് റിക്കവർ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് മെസ്സി ഇവിടെ ഗോട്ടായിരിക്കുന്നത്. ഗൈസ് നിങ്ങളുടെ താഴെ ഇത് കൊടുത്തേ കേട്ടോ ഗൈസ്. ഈ വർഷത്തെ ആര് ഫിഫ വേൾഡ് കപ്പ് കൊണ്ടുപോകും? അർജന്റീന, ഫ്രാൻസോ, പിന്നെ പോർച്ചുഗലോ? മെസ്സി. ഓ, ഫൈനൽ മെസ്സി ഓടിയപ്പം വിജയിച്ച് കയറിയ രണ്ടാം വിജയം കൂടെ അവസാനിക്കുന്നു. 6 ഗോളിനെതിരെ അർജന്റീന. ഗൈസ് ഇനി സ്കിപ്പ് അടിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം പ്ലേ കഴിഞ്ഞെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ എത്ര മിനിറ്റായി? 22 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വിന്ന് ചെയ്ത് കോയിൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ്. കംപ്ലീറ്റഡ് ദിസ് മെഷീൻ എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇതാണ് ഗൈസ്. ഇത് മൊത്തം മാച്ച് എത്ര പറഞ്ഞ 32ാമത്തെ മാച്ചാണ് ഗൈസ്. സെമി ഫൈനൽ. ആര് ടോപ്പിൽ നിലവിൽ നിൽക്കും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഫൈനൽ മാച്ച് റൗണ്ട് നോക്കാം. ഈ ഒരൊറ്റ മാച്ചേ ഉള്ളൂ, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് മാച്ചാണ്. സ്കിൽ ബൂട്ടാണ് തരാൻ പോകുന്നത് ഈ ഒരു മാച്ച് 23. അപ്പോൾ ഗൈസ് ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ സെമി ഫൈനൽ ഉണ്ടെങ്കിൽ വീടിടും ഗൈസ്. ഈ ഒരു 32ാമത്തെ മാച്ച് ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് ഞാൻ ഗോൾ അടിച്ച് അത് കൊടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര കോയിനുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ ഇനിയും കുറച്ച് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞിട്ട് ശേഷം ഗൈസ് ഈ ഒരു ഇത് പൊട്ടിക്കാൻ കുറച്ച് കോയിൻ കൂടെ മാത്രം ബാക്കി മതി ഈ ഒരു പ്ലെയറിനെ എടുക്കാൻ ഗൈസ്. എടുക്കാനും എന്നെക്കൊണ്ട് സാധിക്കും. നിങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിയിച്ച് കാണിച്ചു തരും ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, തുടർന്നുള്ള കോളിംഗ്സ് ചെയ്യുക. അപ്പം നാളെ കാണാതിരിക്കും. ഗുഡ് ബൈ, സി യു ഗൈസ്.